السلام عليكم ورحمة الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിലുള്ള ആദർശ സഹോദരങ്ങളെ, കൂട്ടുകാരെ, ഇവിടെ എന്നോട് പറയാൻ ഏൽപ്പിക്കപ്പെട്ടത് ജിന്ന് ഷെയ്ത്താൻ എന്ന വിഷയത്തിൽ, ആ വിഷയത്തിൽ പ്രസക്തമായ ഒരു 6 ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളതാണ്. അതിന്റെ പുറത്ത് ഇവിടുന്ന് സദസ്സിന് കിട്ടിയ കുറെ ചോദ്യമുണ്ട്. കുറെ ചോദ്യത്തിന് ഏതായാലും ഉത്തരം പറയൽ നടക്കൂല. അത് മുഖാമുഖത്തിൽ നോക്കാം. വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത, എന്നാൽ പോലും സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കാം. നമ്മൾ ഇപ്പോ ഞാൻ പറഞ്ഞു, എന്നെ ഏൽപ്പിക്കപ്പെട്ട വിഷയം ജിന്നും ഷെയ്ത്താനാണ്. നമ്മളിത് 8ാമത്തെ മുജാഹിദ് സമ്മേളനമാണ്, സംസ്ഥാന സമ്മേളനം. ഇവിടെ ഒരുപാട് ആൾക്കാർ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ സംസ്ഥാനത്തിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ഏതെങ്കിലും ഒരു സെഷനിൽ ജിന്ന്, ഷെയ്ത്താന്, സെഹർ, കണ്ണേറ്, കുട്ടിച്ചാത്തൻ ഇങ്ങനത്തെ വല്ല വിഷയം സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്താ? ഇത് നമ്മൾക്ക് വന്ന ഒരു ദുരന്തത്തിന്റെ ഫലമാണ്. ദുരന്തത്തിന്റെ ഫലമാണ്. ചില ആൾക്കാർ ജിന്നുകൾക്കും ഷെയ്ത്താന്മാർക്കും മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് സത്യസന്ധമായ കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളൊരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ്. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അടുത്ത കാലത്ത് നബിദിനത്തിൽ കേൾക്കുന്ന ഒരു ഹദീസ് സുന്നികൾ ഓതുന്ന, അഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് തന്നെ അഖീഖത്തർത്തു, നബിക്ക് വേണ്ടി. നബി ചെറുതായിരുന്ന കാലഘട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് അറുത്തിട്ടുണ്ട്. വീണ്ടും നബി അറുത്തതിന്റെ ഉദ്ദേശം നബി സ്വന്തം നബിദിനം കഴിച്ചതാണ്. കഷ്ടകാലത്തിന് ആ ഹദീസിനെ ഇമാം അൽബാനി സഹീവാക്കിയാണ്. വേറെ പണ്ഡിതന്മാരൊക്കെ തനി ബാത്തിലായി തള്ളിയേക്കുക. അപ്പൊ നമ്മൾക്ക് അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. എന്നതുപോലെ കുറച്ചു കാലമായിട്ട് കുറെ ആൾക്കാർ ജിന്നിന്റെയും ഷെയ്ത്താന്റെയും പുറകെ കൂടുമ്പം അതിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കണം. ഇതില് മികച്ചു നിൽക്കുന്ന ചില ചോദ്യങ്ങൾ. ഈ ജിന്ന് ഷെയ്ത്താനെ കൊണ്ട് ഇപ്പൊ ഇവരെന്താ ഉദ്ദേശിച്ചത്? ജിന്നുകൾ കൂടും, ഷെയ്ത്താന്മാര് കൂടും. ആ കൂടുന്ന ഷെയ്ത്താന്മാരെ അടിച്ചിട്ടും റുഖിയ ശറയ്യ നടത്തിയിട്ടും ഒക്കെ ഒഴിവാക്കണം. ജിന്നുകളെയും ഷെയ്ത്താന്മാരും നല്ല പോലെ പേടിച്ചു നടക്കണം. എപ്പോഴാ ഐറ്റങ്ങൾ കയറി കൂടുക എന്ന് പറയാൻ പറ്റൂല. ഇതാണല്ലോ ഇപ്പൊ ഈ പ്രചരണത്തിന്റെ ഒക്കെ ആകത്തുക. ഇനി സിഹറിനെ പറ്റി പറഞ്ഞാലും, സിഹർ എന്ന് പറഞ്ഞാലും ഷെയ്ത്താൻ കയറി കൂടുതൽ തന്നെയാണ്. അപ്പൊ സംഗതി ഇപ്പൊ ഇതാണ്. അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നതും പറയുന്നതും. ഒന്ന്, മാനസികമായി ദുർമന്ത്രം നടത്തി മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ ഷെയ്ത്താന് കഴിവുണ്ടല്ലോ എങ്കിൽ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ജിന്ന് അഥവാ ഷെയ്ത്താൻ ശാരീരികമായി തന്നെ ഉപദ്രവിക്കുമെന്ന് വ്യക്തമല്ലേ? അശൈത്വാനു യജിരി മിനൽ ഇൻസാനി മജ്റദ്ദമി എന്ന ഹദീസ് പ്രത്യേകം സ്മരണീയവുമാണ്. ചോദ്യം മനസ്സിലായല്ലോ നിങ്ങൾക്കില്ലേ? നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യ, ഷെയ്ത്താൻ വസ്വാസ് ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ വഴിപിഴപ്പിക്കും. അങ്ങനെ ഷെയ്ത്താൻ വഴിപിഴപ്പിക്കുമെങ്കിൽ അതിനുള്ള കഴിവ് അവനുണ്ടെങ്കിൽ അതേ ഷെയ്ത്താൻ എന്താ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയൂടെ എന്നാ ചോദ്യം. ഇനി ആരാ പറഞ്ഞത് ഷെയ്ത്താന് നമ്മളെ മാനസികമായിട്ട് വഴിപിഴപ്പിക്കും അതിനുള്ള കഴിവുണ്ട് എന്ന് ആരാ പറഞ്ഞത്? ഞാൻ പേച്ചല്ലൊന്നും നല്ല മറുപടി പറഞ്ഞു കേട്ടോ. മാനസികമായി നമ്മളെ വഴിപിഴപ്പിക്കാനുള്ള കഴിവ് ഷെയ്ത്താനില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെ. പിന്നെ ഇപ്പൊ നമ്മളൊക്കെ പറച്ചിലുണ്ട്. അതെന്താ ഉദ്ദേശം? നിങ്ങള് ഈ സൗദി അറേബ്യയിലുണ്ടല്ലോ ഒട്ടകം പറഞ്ഞ് പാവം ജന്തുവാ. അതിനറക്കാൻ ചെന്നാലോ അങ്ങനെ നിന്ന് കാണിച്ചു തരും. എന്നാ ഒരു പുള്ളിമാൻ അറക്കാൻ വിചാരിച്ചാൽ കിട്ടൂല എന്നതുപോലെ ഒരു മനുഷ്യന് പേക്കാനായിട്ട് അങ്ങനെ നടന്നു കൊടുത്താൽ പിശാചിന്റെ സ്വാധീനം ഉണ്ടാകും. എന്നല്ലാതെ ഞാൻ പേക്കാൻ പറ്റൂല എന്ന ബോധത്തോടെ നടന്നാൽ പിശാചിന് അവന് വഴിപ്പിക്കാൻ സാധ്യമല്ല. അതിനുള്ള കഴിവ് പടച്ചവൻ അവന് കൊടുത്തിട്ടില്ല. ഞാൻ വെറുതെ പറയില്ല, തെളിവൻ പറഞ്ഞുതരാം.
അതുപോലെ തന്നെ നമ്മൾക്ക് ചെറിയ കുട്ടികളെ പാടത്തുകൂടെ ചൂണ്ടിലിടാൻ പോകലുണ്ടേനി. മലപ്പുറം ജില്ലേന്റെ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഏതായാലും അറിയാം, പാടത്ത് പഴയകാലത്തുണ്ടേനി പിന്നെ കരുതലാറിന്റെ ഒരു മീനുണ്ട്, പച്ചപ്പാവം മീന. അതിന്റെ ചൂണ്ടൽമല ഏറെ കൊളുത്തി കാണിച്ചു കൊടുത്താൽ മതി, ഉടൻ ഓടിയ നിന്നെ കൊന്നാ എന്ന് പറഞ്ഞുകൊണ്ടേ കൊത്തിയിട്ടേ പോകുള്ളൂ. എന്നാ പരലുകൾ പറഞ്ഞാൽ ചെറിയ ചാടിന മീനുകളായിട്ട് ആ വഴിക്ക് കിട്ടൂല. എന്നതുപോലെ മനുഷ്യന് പിശാചിനോട് ഇന്നൊന്ന് വഴിവേപ്പിച്ച് കേടെത്തി തന്ന എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുകയാണെങ്കിൽ അവനെ പഴിവേപ്പിക്കും. എങ്ങനെ? അതിലേക്ക് ആകർഷണീയത കൊടുത്ത് തെറ്റ് رب بما أغويتني لأزينن لهم في الأرض ولأغوينهم أجمعين إلا عبادك منهم المخلصين قال هذا صراط علي مستقيم إن عبادي ليس لك عليهم سلطان إلا من اتبعك من الغابين وإن جهنم لموعدهم أجمعين. ഇത് പിശാച് അവിടെന്ന് പറഞ്ഞ കാര്യം അള്ളാഹ് എടുത്തു പറഞ്ഞ. റബ്ബി ബിമ്മാ അവൈതനി, പടച്ചോനെ വഴി വേപ്പിച്ച, അതന്നെയാണ് സത്യം. ആ റബ്ബനി നിന്നെ പിടിച്ചെന്നെ പറയാ. ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഭൂമിയിൽ ഞാൻ അവർക്ക് അലങ്കാരമായി കാണിച്ചു കൊടുക്കും, രസകരമായി ആനന്ദകരമായി. ഇവിടെ ഭൗതിക ജീവിതത്തിൽ എങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളത് ആനന്ദകരമായി ഞാൻ കാണിച്ചു കൊടുക്കും. വല ഊവി എന്നഹും, അവരെ ഞാൻ വഴി പേപ്പിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ എന്തായാലും മനസ്സിൽ വന്നേക്കും, അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ അങ്ങനെ വഴി പേപ്പിക്കൂലെന്ന്. കേൾക്കിട്ടോളി. വല ഊവി എന്നഹും അജ്മഈൻ, ഞാൻ അവരെ വഴി പേപ്പിക്കുക തന്നെ ചെയ്യും. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ ഇഖ്ലാസ് ഉള്ള ദാസന്മാരൊഴികെ. അപ്പൊ പടച്ചവൻ അതിനു പറഞ്ഞ മറുപടി, ഇന്ന ഇബാദി, എന്റെ അടിമകൾ, ലൈസ ലക അലൈഹിം സുൽത്താനും, അവരുടെ മേൽ നിനക്ക് ഒരു അധികാരവും ആധിപത്യവും ഇല്ല. ഇല്ല മനിത്തബഅക മിനൽ ഗാവീൻ, നിന്നോട് തെറ്റിൽ ഉള്ള ആൾക്കാര്, വഴി പിഴച്ച മോശത്തിന്റെ ആൾക്കാര് നിന്നോട് പിൻപറ്റിയവർ ഒഴികെ. എങ്ങനെയാ അള്ളാഹ് പറഞ്ഞത്? ഗവായത്തിൽ പെട്ട ആൾക്കാര് എന്റെ കൂടാണ്ടാവും, അവരെ അല്ലാത്തവരെ വഴി പിഴപ്പിക്കാൻ എനിക്ക് കാര്യം ഇല്ല, കഴിയൂല. ഇനി ഇമാം റാസി ഇതൊന്ന് വിശദീകരിച്ച് നമ്മൾ കേട്ടാ മതി. ഫബയ്യനല്ലാഹു തആല ഫീ ഹാദിഹിൽ ആയത്തി, അല്ലാഹ് ഈ ആയത്തിൽ വിശദീകരിച്ചു, അന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലാ അഹദിൻ മിൻ അബീദില്ലാഹി സവാൻ കാനു മുഖ്ലസീന ഔ ലം യകൂനു മുഖ്ലസീൻ. അല്ലാഹുവിന്റെ അടിമകൾ, അബീദില്ല, അല്ലാഹുവിന്റെ ഏതു അടിമകളിൽ ഒരാളുടെ പേരിലും ശൈത്താന് ഒരു അധികാരം ചെലുത്താൻ സാധ്യമല്ല. സവാഉൻ കാനു മുഖ്ലസീന, അവർ മുഖ്ലസീങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഔ ലം യകൂനു മുഖ്ലസീൻ, ഇഖ്ലാസ് ഇല്ലാത്തവരാവട്ടെ. എങ്ങനത്തോനാണെങ്കിലും ഇബ്ലീസിന് അവരുടെ കാര്യത്തിൽ